ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമ്മളിന്ന് പ്ലേ സെറ്റിങ്സ് ചാലഞ്ച്, ആ ചാലഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ മെഗാ റാമ്പ് കംപ്ലീറ്റ് ചെയ്തു, ഫൺ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ജുറാസിക് പാർക്കാണ് എടുക്കുന്നത്. ജുറാസിക് പാർക്കിൽ നമ്മൾ ആ ഡൈനോസറിൻ്റെ വേൾഡിലാണ് നമ്മൾ സ്പോൺ ആവുന്നത്. അത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓ യെസ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളപ്പോൾ ഡൈനോസറിൻ്റെ ഏരിയയിലാണ് സ്പോൺ ആയിരിക്കുന്നത്. അവിടെ എന്തോ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ പിടിച്ചിട്ടുണ്ട്. അവിടെ എന്തോ കുഴി പോലുണ്ട്, നമുക്ക് പോയി നോക്കാം. ഓ, ഇത് ഡൈനോസറിൻ്റെ കാൽപാദം. ഓ നോ, ഓ ഇതൊരു മുട്ടയാണ്. ഓ, ഡൈനോസറിൻ്റെ മുട്ടയാണത്, കണ്ടോ? 5 കൂടുതൽ മുട്ടയും കണ്ട് ഡൈനോസർ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാളം പോലെ ഉണ്ടാക്കിയാണ് അതിൽ വെച്ചിരിക്കുന്നത്, ഹോള് പോലെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് കാണും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 ഡൈനോസേഴ്സിനെ കണ്ടിപ്പോൾ. ഓ, അപ്പോൾ അത് ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. ഓ, ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോവാ. കാരണം അത് കുഞ്ഞു ഡൈനോസേഴ്സാണ്. ഓ, പക്ഷെ അത് സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓ, അപ്പോൾ എന്നെ അത് ആക്രമിക്കാൻ വരാൻ പോകുമെന്ന് തോന്നുന്നു. സൗണ്ട് ഉണ്ടാക്കുന്നു. നമുക്കപ്പോൾ ഈ വലിയ റോക്കറ്റ് ലോഞ്ചർ വെച്ച് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാം. ഓ, അത് മരിച്ചു പോകുന്നില്ല. അത് 4 വെടി വെച്ചപ്പോഴാണ് അത് ഡെഡായത്. 4 to 5 വെടികൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ അവിടെയും അതേപോലത്തെ ഒരു മുട്ടയാണെന്ന് തോന്നുന്നു. അവിടെയും മുട്ടയാണ്. വേറെ ഡിനോസറും ഉണ്ട് അവിടെ. ഓ, അത് അതുകൊണ്ട് വരുന്നു, ഞാൻ കണ്ടില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് ഡാമിനെ ഇത് ഡെഡാവുന്നില്ല. ഓ, ഇത് ഡെഡായിട്ടുണ്ട്. ഇവിടെയും ഒരു എഗ്ഗാന്ന് തോന്നുന്നു. യെസ്, ഇവിടെ എഗ്ഗാണ്. കുറേ എഗ്ഗുണ്ട് ഇവിടെ. നമുക്ക് ഈ എഗ്ഗ് കളക്ട് ചെയ്യേണ്ടതാണ് മിഷൻ. ഇവിടെ എന്തിനാണ് നമ്മൾ വന്നതെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ഉള്ള എല്ലാ ഡൈനോസറിനെയും കൊല്ലണമെന്ന് തോന്നുന്നു. എഗ്ഗ് പൊട്ടണം. ഓ, ഇത് എന്തോ അയൺ കൊണ്ടുണ്ടാക്കിയ എഗ്ഗ്. നേരത്തെ റോക്കറ്റ് ലോഞ്ചർ വെച്ച് വെടി വെച്ചിട്ടും അത് പൊട്ടുന്നില്ല. ഇതെന്ത് എഗ്ഗാടേ? കുഴപ്പമില്ല, നമുക്കിവിടെ ഒരു ബൈക്ക് സ്പോൺ ചെയ്യാം. 9000 ആണ് ഇതിൻ്റെ നമ്പർ. എൻ്റെ ഇഷ്ടപ്പെട്ട ബൈക്കാണ് ഇത്, നല്ല സ്പീഡിൽ പോവും. അപ്പം നമുക്കിവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിച്ച് നമുക്ക് അവിടെ നിന്ന് പോവാം. ജുറാസിക് പാർക്കിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ വരാൻ ശ്രമിച്ചതാണ്, പക്ഷെ വന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ മിഷൻസ് എടുത്ത് 2 ഡൈനോസേഴ്സിനെ നമ്മൾ കില്ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടുമായിരിക്കും. ഓ യെസ്, ഞാൻ ആ ഗേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു റാമ്പ് ഉണ്ട്, നമുക്ക് അതിൽ കയറണം ഇത് കഴിഞ്ഞിട്ട്. ഓ യെസ്, ഇതാകുമ്പോൾ നമുക്ക് ക്യാഷ് വല്ലതും കിട്ടും. ഓ, ഇതിൽ ചുമ്മാതാണ് ഈ ചാലഞ്ച് എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആ റാമ്പിലൊന്ന് കയറാം. ഇനി ഡൈനോസർ നമ്മളെ പിടിക്കാൻ പറ്റും ഇനി ഇല്ലായിരിക്കും. നമുക്കപ്പോൾ ആ റാമ്പിൽ കയറാം, വലിയ റാമ്പിൽ. യെസ്, നമ്മളപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ഓ, ഞാൻ ആകാശത്തിൽ കൂടി പറക്കുവാണിപ്പോൾ. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ബൈക്ക്? ഇതിൽ ഈ ക്യാരക്ടറിന് ഇച്ചിരി ഡിഫറൻസും കുറച്ച് പ്രോബ്ലം ഉണ്ട്. ബൈക്ക് എങ്ങനെ നിന്നാലും എന്തോ ബെൽറ്റ് ഇട്ട് വെച്ചേക്കുന്ന പോലെയാണ് ബൈക്കിൽ ഇങ്ങനെ ക്യാച്ചായിട്ട് ഇരിക്കുന്നത്. തറയിലൊന്നും പോകുന്നില്ല. ഓ, നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ റെയിൽവേ സ്റ്റേഷനിലും വലിയ രസമില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചാലഞ്ച് ചെയ്തായിരുന്നു ഫൺ ട്രാക്ക്. നമുക്കപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തോട്ടൊന്ന് പോയാലോ? നമ്മളുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്. യെസ്, നമ്മൾ ഈ വഴിയല്ലായിരുന്നു കൺസ്ട്രക്ഷൻ സൈറ്റ് വന്നത്. കാരണം നമ്മളെല്ലാ ദിവസവും ജോലി എടുക്കേണ്ടതാണ്. പിന്നെ അവിടുത്തെ സാർ എന്ത് ജോലി തരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, ഓൾറൈറ്റ്, നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ കയറാം. യെസ്, ആ സാറ് നമുക്ക് ജോലിയൊക്കെ തന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ജോലി പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്ന് വേണം കേട്ടാൽ. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു വലിയ വീട് കണ്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ഇന്നും നമുക്ക് 2 സാക്ക് ഓഫ് സിമൻറ്റ്. ഓ, നമ്മളിവിടെ കുടുങ്ങിയിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പം ഞാൻ വേറൊരു സ്കൂട്ടി ഇവിടെ സ്പോൺ ചെയ്ത്, കാരണം നമ്മുടെ ബൈക്ക് അവിടെ ട്രാപ്പായി കിടക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ തന്ന 2 സാക്കും, ഒരു സാക്ക് ഇവിടുത്തെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ വലിയ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്ന് അടുത്ത മിഷൻ എടുക്കാം. നമുക്ക് നേരെ ആ വീട്ടിൽ പോവാം. ഓ നോ, എൻ്റെ ഹെൽത്ത് ബാർ ഫുള്ള് കുറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഫുൾഫിൽ ആയിക്കോളും. നമുക്ക് എങ്കിൽ നേരെ അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ വേറൊരു ബൈക്ക് സ്പോൺ ചെയ്തു, എന്നിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഹൗസിലോട്ട്. ആ ഹൗസ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട ഹൗസ് തന്നെയാണ്. യെസ്, നമ്മളപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ല ഹൗസ്, നമ്മൾ നേരെ പോയ റൗണ്ട് ബോട്ടിൻ്റെ വേറേതോ സൈഡിലാണ്. പക്ഷെ എനിക്ക് നന്നായിട്ടങ്ങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല. യെസ്, നമ്മളപ്പോൾ റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് എത്തി. ഈ സൈഡിലല്ലല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് ഇത് യെല്ലോ കളർ. അതുകൊണ്ട് അപ്പുറത്താണ് കുറേ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ബിൽഡിങ് പോയിട്ട് 3 2. അപ്പോൾ നമുക്ക് അകത്ത് പോയി സാക്ക്, നമ്മുടെ സിമൻറ്റ് സാക്ക് കൊടുത്തിട്ട് വരാം ഇവിടുത്തെ ആൾക്ക്. യെസ്, നമ്മളപ്പോൾ സിമൻറ്റ് സാക്ക് ഇവിടുത്തെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സൈറ്റിൽ, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകാമെന്ന് തോന്നുന്നു. അടുത്ത മിഷൻ എടുക്കാം. യെസ്, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് മിഷൻ എടുക്കാം. നമ്മളുടെ എൻട്രൻസ് എവിടെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം കുറേ എൻട്രൻസ് ഉണ്ട് ഇതിൽ. ഞാൻ വണ്ടി. യെസ്, ഇതാണ് എൻട്രൻസ്. അപ്പം നമുക്കിനി ചോദിച്ചു നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഓക്കെ, നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ സാറ് പറഞ്ഞത് ഇനി മിഷനൊന്നുമില്ല. ഞാൻ 2 സാക്ക് കൊണ്ടുവന്നു, 1 സാക്ക് അവിടെ കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ഇനി മിഷനൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന സാക്ക് ഞാൻ തന്നെ എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം നമുക്കത് കൊണ്ടുപോയി വേറൊരു വീട്ടിൽ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ മിഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആ വീടില്ലേ, നമ്മൾ ആ എപ്പിസോഡിൽ റെസ്റ്റ് ചെയ്ത് ഇനി ഇവിടെ പോയി റെസ്റ്റ് ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിൽ പോകണ്ട, കാരണം നമ്മുടെ വീട് ഭയങ്കര ദൂരെയല്ലേ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ വീട് ഒത്തിരി ദൂരെയാണ്. എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇവിടെ കുറേ വർക്കേഴ്സ് ഇനി വരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.